നാം അല്ലാഹുവിന്റെ അടിമകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവന്റെ സൃഷ്ടികളുടെ നേർ നടത്തിപ്പിനു വേണ്ടി, ഇരുലോക വിജയത്തിനു വേണ്ടി അല്ലാഹു സംവിധാനിച്ച ആശയമാണ് പരിശുദ്ധ ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പരിശുദ്ധ ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സമ്പൂർണമായി സംവിധാനിച്ച് സമൂഹത്തിലേക്ക് അർപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധ മതം ഇസ്ലാം സമ്പൂർണമായ നിലക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനത്തോടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് നടത്തിയ പരിശുദ്ധമായ ഇസ്ലാം ലോകത്ത് അതേറ്റെടുത്ത സ്വഹാബികൾ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയും ഇസ്ലാമിന്റെ വേരോട്ടത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഖ്യാപനം കേട്ട് ചരിത്രത്താളുകളിൽ കാണാം, കേട്ട സ്വഹാബികൾ അവരുടെ കുതിരയുടെ മുഖം ഏതു ഭാഗത്തേക്കാണോ നിൽക്കുന്നത് അതൊന്ന് തിരിക്കുക പോലും ചെയ്യാതെ കേട്ട ഭാഗത്തേക്ക് കുതിരയെ വിട്ടു. ഒട്ടകങ്ങളെ നടത്തിച്ചു. സ്വഹാബികൾ സഞ്ചരിച്ചു. കേരളക്കരയിൽ അൽഹംദുലില്ലാഹ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മദീനയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് മുസ്ലിം ഉമ്മത്തിന് മദീന കേന്ദ്രമായി അല്ലാഹുവിന്റെ ഹബീബ് ഭരണചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ 10ഓളം പള്ളികൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹും കൂടെ വന്ന സ്വഹാബികളും അനുയായികളുമൊക്കെ ഈ നാട്ടിൽ പള്ളി നിർമ്മിക്കുകയും ഇസ്ലാമിക പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി സാന്നിധ്യമുറപ്പിക്കുകയും ഈ നാട്ടിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ സന്തോഷകരമായ അവസ്ഥകൾ ഈ രാജ്യത്ത് നിലനിർത്തുകയും ചെയ്തു. പരിശുദ്ധ ഇസ്ലാം ലോകത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയം, ലോകത്ത് കാരുണ്യം പഠിപ്പിച്ച്, ലോകത്ത് സ്നേഹം പഠിപ്പിച്ച്, ധർമ്മവും നീതിയും സഹിഷ്ണുതയും ലോകത്ത് പഠിപ്പിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ നബി തങ്ങളാണ് നമുക്ക് മാതൃക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടിച്ച പ്രാകൃതനായ ആറാബി തന്റെ കൈവെട്ടിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടിച്ചതിന്റെ വേദനയിൽ, മനോവേദനയിൽ കൈമുറിച്ചിട്ട് മുത്തുനബിയുടെ സവിധത്തിലെത്തിയപ്പോൾ, എന്റെ മുഖത്ത് അടിച്ചതിനല്ല നിന്നോട് എനിക്ക് വെറുപ്പ്, നിനക്ക് അല്ലാഹു തന്ന കൈ നീ വെട്ടി മാറ്റിയതിനാണ് എനിക്ക് നിന്നോട് വെറുപ്പെന്ന് പറഞ്ഞ് കൈ വെട്ടിക്കളഞ്ഞ മനുഷ്യനെ ശകാരിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുഖത്തടിച്ച കൈ വെട്ടിക്കളഞ്ഞ അറാബിയോട് അടിച്ചതിന്റെ പേരിലല്ല, അവന്റെ കൈ അവൻ തന്നെ വെട്ടിയതിലാണ് വെറുപ്പെന്ന് പറഞ്ഞു ലോകത്ത് വലിയ മാതൃക കാണിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മുഖത്തു നിന്ന് ദീന് കണ്ടുപഠിച്ച് ഇസ്ലാമിന്റെ നൂറ് ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ സ്വഹാബ, അവരാണ് കേരളക്കരയിൽ ഇസ്ലാമിക ദഅവത്തിന് ചുക്കാൻ പിടിച്ചത്. സുഹൃത്തുക്കളെ, ചരിത്രപരമായ വിഷയങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിന്റെ മഹാകവിയായി ആദരിക്കുന്ന ശ്രീ കുമാരനാശാൻ, അദ്ദേഹം ഈ ചരിത്ര സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിക്കൽ മുസൽമാന്മാർ പശ്ചിമ ഭാരങ്ങളിൽ നിന്ന് വൻകടലിൽ ചീറും തിരകൾ കടന്നോ ഹിമാലയമേറിയോ വന്നവരേറെയില്ല. പരിശുദ്ധ ഇസ്ലാമിന്റെ തുടക്കത്തെ സംബന്ധിച്ച് കുമാരനാശാൻ പറഞ്ഞിട്ട് വിവരിക്കുകയാണ്. ഇസ്ലാം കേരളത്തിൽ വ്യാപിച്ചത് ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇസ്ലാമിന്റെ സ്നേഹം, കറുത്തവനും വെളുത്തവനും തമ്മിൽ ഇവിടെ അന്തരമില്ല, പണക്കാരനും പാവപ്പെട്ടവനും തമ്മിൽ ഇവിടെ അന്തരമില്ല, വലിയ
ഗോത്രങ്ങളും ചെറിയ ഗോത്രങ്ങളും തമ്മിൽ ഇവിടെ അന്തരമില്ല. പണം പ്രശ്നമല്ല, മനുഷ്യന്റെ മനസ്സാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി യത്ഖാക്കും. നിങ്ങളിൽ ഉന്നതനായവനും അല്ലാഹുവിങ്കൽ ഏറ്റവും അടുത്തവനും ഹൃദയം വെളുത്തവനാണെന്ന ആശയം പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ വാക്താക്കളായി കേരളത്തിലേക്ക് എത്തിയ പരിശുദ്ധ സ്വഹാബ, അവരാരും ഈ ലോകത്ത് സമാധാനത്തിന് ഭംഗം വരുന്ന ഒരു വിഷയവും പഠിപ്പിച്ചിട്ടില്ല. ഈ ലോകത്ത് സമാധാനത്തിന് തുരങ്കം വെക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ നേതൃത്വം നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ സ്വഹാബികൾക്ക് കീഴിൽ പാറ പോലെ ഉറച്ചു വന്ന ആ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ ഇവിടെയുള്ള ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും മതമില്ലാത്തവരിൽ നിന്നും ആ മഹാന്മാരെ അനുധാവനം ചെയ്ത് ഇസ്ലാം എന്ന സ്നേഹത്തിന്റെ കണ്ണിയിൽ ലയിച്ച് കേരളക്കരയിൽ ലോകത്തെ ഏറ്റവും വലിയ മാതൃകായോഗ്യരായ മുസ്ലിം പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന വിഷയത്തിലുമൊക്കെ നമുക്ക് വലിയ നേതൃത്വം വഹിക്കാനും നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാനും കേരളക്കരയിലുള്ള മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, മഹാനായ മഖ്ദൂമുമാർ, മഹാന്മാരായ അതുപോലെ മമ്പറന്തങ്ങളും ഉമർ സാലി അടക്കമുള്ള കേരളക്കരയിൽ ജീവിച്ചു വളർന്ന മഹാന്മാർ, അവരൊക്കെ ഈ രാജ്യത്തിന്റെയും ഈ നാടിന്റെയും നമ്മുടെ സമൂഹത്തിന്റെയും പരസമൂഹത്തിന്റെ ഇടയിൽ തന്നെ മുസ്ലിം ഇസ്സത്ത് സമാധാനത്തോടെ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായിരുന്നു. ആ കാലഘട്ടത്തിനും ശേഷം 1921 കാലഘട്ടത്തിൽ കേരളക്കരയിൽ ലോകത്തെവിടെയും ഇല്ലാത്ത നിലക്ക് സ്നേഹത്തോടെ, ഐക്യത്തോടെ, കാരുണ്യത്തോടെ, സഹിഷ്ണുതയോടെ, ധർമ്മബോധത്തോടെ ഈ രാജ്യത്ത് ഒരു ഉമ്മയുടെ മക്കളെ പോലെ ജീവിച്ച പരിശുദ്ധരായ മുസ്ലിമീങ്ങൾക്കിടയിൽ ബിദ്അത്തിന്റെ കക്ഷികൾ വന്ന് അവർ പലതും കുത്തിക്കടത്തുകയും കയറ്റിക്കൂട്ടുകയും ചെയ്ത് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമം നടത്തിയപ്പോ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആരിഫീങ്ങളായ നേതൃത്വം നമുക്ക് കാണിച്ചു തന്ന പരിശുദ്ധമായ ആശയവും സംഘടനാ ശക്തിയുമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പരിശുദ്ധമായ സംഘടന ഇസ്ലാം ദീനിന്റെ ദഅവത്ത്, പരിശുദ്ധമായ സ്നേഹമെന്ന ആദർശം, സഹിഷ്ണുത എന്ന ആദർശത്തിൽ വിരോധമുള്ളവനോട് പോലും സ്നേഹത്തോടെ അവനോട് കാര്യം പറഞ്ഞു ഖൗലൻ ലയ്യിനൻ എന്ന് പരിശുദ്ധ ഖുർആൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടും അന റബ്ബുകുമുൽ അഅ്ല, ഞാനാണ് ഏറ്റവും വലിയ ദൈവമെന്ന് പറഞ്ഞ് ലോകത്ത് വലിയ ധിക്കാരത്തിന് ചുക്കാൻ പിടിച്ച ഫിർഔനെയും അതുപോലെ അവന്റെ കിങ്കരന്മാരുടെ അടുക്കലേക്ക് നിങ്ങൾ പോകുമ്പോ ഖൂലാലഹും ഖൗലൻ ലയ്യിനൻ, അവരോട് മയമുള്ള വാക്കു പറയണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആശയം അംഗീകരിക്കുന്ന കേരളത്തിലുള്ള പണ്ഡിതന്മാരും അവരുടെ സംഘടനാ നേതൃത്വവും പ്രവർത്തകരും ഈ ലോകത്ത് സ്നേഹത്തോടെ വിഷയം പറയുകയും ഈ ലോകത്ത് നല്ല മനസ്സോടെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് ദീനീ ദഅവത്ത് നടത്തുകയും ചെയ്യുകയാണ് കാലങ്ങളിന്നോളം. സഹോദരങ്ങളെ, പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെയും ഇസ്ലാമിന്റെയും തനതായ ശൈലി ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് നിലനിർത്തിക്കൊടുത്ത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന സമയത്ത് വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, അനന്തവും അത്യുന്നതവുമായ ലോകം ആഖിറമാണ്. അവിടെ സുനിശ്ചിതമായ വിജയം കിട്ടാൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും നടന്ന വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ബോധ്യമുള്ള പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മത്തിനെ ആ വഴിയിൽ തന്നെ തളച്ചിടുകയും പിടിച്ചു നിർത്തുകയും ചെയ്ത് അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ നടത്തി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി SYS ചെറുപ്പക്കാർക്കുണ്ടാക്കി കൊടുത്ത് ചെറിയ മക്കൾക്ക് സ്റ്റുഡൻസുകൾക്ക് SSF ഉണ്ടാക്കി കൊടുത്ത് അതിനും താഴെയുള്ള ചെറിയ മക്കൾക്ക് പഠിച്ചു വളരാൻ കളിച്ചു വളരാൻ SBS എന്ന മടിത്തട്ടുണ്ടാക്കി ആ മടിത്തട്ടിലൂടെ നടന്നു വന്ന് SSFന്റെ പ്രവർത്തകരായി SYSന്റെ പ്രവർത്തകരായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലയെടുപ്പുള്ള പണ്ഡിതന്മാർ ഇന്ന് ലോകം ആദരിക്കുന്ന മഹാനായ താജുൽ ഉലമ ഉള്ളാൽ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തവ്വലല്ലാഹു അംറഹു മഅസ്സഹതി വൽ ആഫിയ, മഹാനായ നൂറുൽ ഉലമ എന്ന ഉസ്താദ്, മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, മഹാനായ 21ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്തിന് ഇന്ത്യ സമ്മാനിച്ച ഏറ്റവും വലിയ അഭിമാന താരമായ നമ്മുടെ അഭിമാന തേജപുഞ്ചമായ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ള
മഹാരഥന്മാരായ പണ്ഡിതന്മാര് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, മഹാന്മാരായ വരക്കൽ മുല്ലക്കോയ തങ്ങളിൽ നിന്ന് തുടങ്ങിയ ആ മഹത്തായ ആശയവും കെട്ടുപോകാതെ കെടാതെ സൂക്ഷിച്ച് മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകിക്കൊണ്ടിരിക്കുകയാണ്. SSFകാരനും SYSകാരനും അവന്റെ ആശയം പഠിക്കാനും മനസ്സിലാക്കാനും സമൂഹത്തെ ത്വജപ്പെടുത്താനും ഏതാണ് ആശയം, ഏതാണ് ആദർശം, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമ്പൂർണമായ സൽസ്വഭാവത്തിന്റെ സാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് ഞാൻ നിയുക്തനായത്. ലോകത്ത് സമാധാനവും ലോകത്ത് സംസ്കാരവും വലിയ സന്തോഷവും പഠിപ്പിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത് തന്നെയാണ് നമ്മുടെ ആദർശം, അത് തന്നെയാണ് നമ്മുടെ ആശയം. സ്നേഹമാണ് നമ്മുടെ ആശയം. നമ്മുടെ ആയുധം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചൊരായുധമാണ്. പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം നിങ്ങൾ നോക്കൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയുള്ള ജബലുന്നൂർ പർവ്വതത്തിൽ ഏതാനും അടി ഉയരത്തിലുള്ള ഹിറാ ഗുഹയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇബാദത്തിൽ കഴിയുമ്പോഴല്ലേ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഓതിക്കൊടുക്കുന്നത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥൻ. SSFകാരന്റെ ആയുധം പേനയാണ്, SYSകാരന്റെ ആയുധം പുസ്തകമാണ്, SSFകാരന്റെ ആയുധം അറിവാണ്. അറിവിനെ ആയുധമാക്കി, പേനയെ ആയുധമാക്കി, എഴുത്തുകളെയും പുസ്തകങ്ങളെയും ആയുധമായി കണ്ട് ആശയത്തെ ആശയത്തോട് നേരിടാൻ കേൾപ്പുള്ള തന്റെ ഇടമുള്ള സാരഥികളുള്ള സംഘടനയാണ് SSFും SYSും എന്ന് ഞാൻ എന്റെ കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു രീതി സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഈ നാട്ടിലും പരിസരങ്ങളിലും ചില പ്രശ്നങ്ങളുണ്ടെന്നറിയുന്നു. SSFകാരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ റൂട്ടല്ല, അത് നമ്മുടെ സ്വഭാവമല്ല, നാം അത് ചെയ്യുന്നവരുമല്ല, നമുക്കത് പാടുള്ളതുമല്ല. SSFകാരൻ ഒരിക്കലും അവന്റെ ആയുധം പേനയാണ്. പേന എന്ന് പറഞ്ഞ പേന കൊണ്ട് വയറ്റി കയറ്റുന്ന പേനയല്ല, പേന കത്തിയല്ല, ഒറിജിനൽ പേന, എഴുതാൻ ഉപയോഗിക്കുന്ന പേന. അതാ ഞാൻ പറഞ്ഞ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീൻ ഉണ്ടാക്കി. ഈ രാജ്യത്ത് രാജ്യസ്നേഹം നിലനിർത്തുന്നതിനും രാഷ്ട്രത്തിന്റെ നന്മകൾ പുറം ലോകത്ത് വ്യാപിപ്പിക്കുന്നതിന് ആവശ്യമായ ഇന്ത്യയുടെ ആധികാരിക ചരിത്ര ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. അത് ബഹുമാനപ്പെട്ടവർ എഴുതിയ കലമ്, ആ കലമാണ് നമ്മുടെ ആയുധം. 100 കണക്കിന് പുസ്തകം രചിക്കുകയാണ് നൂറുൽ ഉലമ എം.എ. ഉസ്താദ് വിശ്രമിക്കാതെ സഅദിയക്ക് വേണ്ടി നെട്ടോട്ടമോടിയിട്ട് ഇപ്പോൾ ബെഡിൽ വിശ്രമിക്കുന്ന എം.എ. ഉസ്താദിനെ സമീപിക്കൂ. പേന കൊണ്ടെഴുതുകയാണ്. പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുകയും എഴുതുകയും ചെയ്യുകയാണ് നമ്മുടെ നേതൃത്വം. സമൂഹത്തിന് ആവശ്യമുള്ള 100 കണക്കിന് ഗ്രന്ഥങ്ങൾ, സഹോദരങ്ങളെ, സമൂഹത്തിന് ആവശ്യമുള്ള 100 കണക്കിന് സ്ഥാപനങ്ങൾ. ഉള്ളാൾ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മദ്ഹർ, അതുപോലെ തന്നെ മുഹിമ്മാത്ത്, മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദിന്റെ ജീവനാടിയായ സഅദിയ, ഞാനതിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല, അൽ മുജമ്മഉൽ ഇസ്ലാമി, അതുപോലെ അൽ മഖറു സുന്നി, സിറാജുൽ ഹുദ, മർകസു സഖാഫത്തി സുന്നിയ എന്ന് തുടങ്ങി കൊല്ലം ഖാദിസിയ, തിരുവനന്തപുരം, അതിനപ്പുറം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിക്കുകയും മദ്രസ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മതപഠനത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും, സുഹൃത്തുക്കളെ, വെള്ളമില്ലാതെ ജനങ്ങൾ പ്രയാസപ്പെടുന്ന സമയത്ത് ഗുജറാത്തിലും ആസാമിലും ഉത്തർപ്രദേശിലും, ഞാൻ പഠിച്ചത് ഉത്തർപ്രദേശിലാണ്, അവിടങ്ങളിലൊക്കെയും വെള്ളമില്ലാത്ത ആളുകൾക്ക് അവിടെയുള്ള മുസ്ലിമീങ്ങൾ കൈമലത്തുന്ന സമയത്ത്, ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് കേരളത്തിൽ നിന്ന് യാത്ര ചെയ്ത് മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവിടെ കിണർ നിർമ്മിച്ചു കൊടുക്കുകയാണ്, പള്ളി നിർമ്മിച്ചു കൊടുക്കുകയാണ്. വിനീതനായ ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് ഡൽഹി ടൗണിൽ തന്നെ 4 ജുമാ മസ്ജിദ് ഉസ്താദ് നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊന്നിൽ ഞാൻ ജുമാ നിസ്കരിച്ചിട്ടുണ്ട്.
എത്രയോ പള്ളികൾ, ആയിരക്കണക്കിന് പള്ളികൾ ലോകത്തിന്റെ ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പ്രതിനിധാനം ചെയ്ത പ്രചരിപ്പിച്ച പരിശുദ്ധ ദീൻ, അതിന്റെ ആശയവും ആദർശവും അളവ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ അല്ലാഹുവിന്റെ ദീനിന്റെ അസ്തിത്വം നിലനിർത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് നമ്മുടെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർക്ക് പിന്നിൽ അവരെന്താണോ നമ്മോട് പറയുന്നത് അതിനാവശ്യമായ സഹായം ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള SSFന്റെ പ്രവർത്തകന്മാർ, SYSന്റെ പ്രവർത്തകന്മാർ. 1988 രൂപീകൃതമായതാണ് ഇവിടെ സംഘടന. അന്നു മുതൽ ഇന്ന് വരെ ഈ നാട്ടുകാർക്ക് ഈ സംഘടനയെ പരിചയമുണ്ട്. ഇന്നുവരെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് SSFകാരന്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും ലഭിച്ചിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ ഏതു ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാലും നമ്മുടെ കുട്ടികൾ അതാ ആയുധമെടുത്ത് പ്രതിരോധിക്കുന്നവരോ ആയുധമെടുത്ത് പ്രക്ഷോഭത്തിനിറങ്ങുന്നവരോ അല്ല. സമാധാനമാണ് നമ്മുടെ ലക്ഷ്യം. ഒരു സ്ഥലത്തും നിയമത്തിന്റെ വഴിക്ക് പോകുക എന്നതല്ലാതെ നിയമം ലംഘിച്ചുകൊണ്ട് സായുധരായി സിവിലിയന്മാരായുധമെടുക്കുന്ന ഒരു രൂപം ലോകത്തൊരു സ്ഥലത്തും സമാധാനം വരുത്തുകയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. അതുകൊണ്ട് തന്നെ നമ്മുടെ നേതൃത്വം നമുക്ക് കാണിച്ചു തരുന്ന സ്നേഹം. പിന്നൊന്ന് ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. മഹാനായ റഫീഖ് സഅദി ദേലമ്പാടി ഉസ്താദ് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി എല്ലാ സ്ഥലങ്ങളിലും നന്നായി വഅള് പറയുകയും പ്രസംഗിക്കുകയും ഖണ്ഡന പ്രസംഗത്തിന് വരെ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുകയും ചെയ്യുന്ന റഫീഖ് സഅദി ഉസ്താദ് ഉണ്ട്. ഞാൻ എന്നെ ഉദ്ഘാടനത്തിൽ വിളിച്ച് ഈ വിഷയം എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചതാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. മഹാന്മാരായ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, അവരെ ബഹുമാനിക്കുക എന്ന് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ഏതെങ്കിലും ഒരു സയ്യിദ് നമ്മുടെ നാട്ടിലെത്തിയാൽ ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നത് SSFകാരാ ആ കൈപിടിച്ച് ചുംബിക്കേണ്ടത് ആദ്യമായി നാമായിരിക്കണം. കാരണം അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയാണ്, മുത്തുനബിന്റെ മക്കളാണ്. അത് എവിടെ, എങ്ങനെ, ഏത് രാഷ്ട്രീയം, ഏത് സംഘടന, അത് നോക്കൽ നമ്മുടെ ബാധ്യതയല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാണവർ. അതുപോലെ ഏത് സയ്യിദായാലും ഏത് ആലിമായാലും അവരെ ബഹുമാനിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് നേതൃത്വത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം. ഞങ്ങളുടെ കുട്ടികളോടും ഞങ്ങൾ പറയുന്നത് തന്നെയാണ്. ഇത് പുറത്തൊരു പ്രസംഗത്തിന്റെ വേദിയായതുകൊണ്ട് പറയുകയല്ല. ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിലും ഞങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ്, ആലിമീങ്ങളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഉസ്താദുമാരെ ആദരിക്കണം, ദീനിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കണം, മദ്രസകൾ സംരക്ഷിക്കപ്പെടണം, പള്ളികൾ സംരക്ഷിക്കപ്പെടണം, മറ്റ് ദീനിന്റെ വേദികളും ചിഹ്നങ്ങളുമെല്ലാം ബഹുമാനിക്കപ്പെടണം, ആദരിക്കപ്പെടണം. അതിനെയൊന്നും അവമതിക്കുന്ന ഒരു പ്രവർത്തനവും SYSകാരന്റെയും SSFകാരന്റെയും ഭാഗത്തൊന്നും ഉണ്ടാവുകയില്ല, ഉണ്ടാവാൻ പാടുമില്ല. അല്ലാഹുവിന്റെ ദീൻ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ദൗത്യം. അത് അമാനത്താണ്. അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ, സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോകേണ്ടതില്ല. അതിന് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. ഈ ബോധമുള്ളവരാണ് നാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് നാമാണ്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. നാം ആരും വേദനിക്കേണ്ടതില്ല, നാം ആരും പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു സംരക്ഷിക്കും, അള്ളാഹുവിന്റെ ദീനിന്റെ ചൈതന്യങ്ങൾ അള്ളാഹു സംരക്ഷിക്കും. നാം അതിൽ സഹകരിക്കൽ മാത്രമാണ് നമ്മുടെ ബാധ്യത. നാം ഒരിക്കലും പ്രകോപിതരാകേണ്ടതില്ല, അങ്ങനെ ആവുകയുമില്ല. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നടന്നെടുക്കാനാണ് നമ്മുടെ സംഘടനാ സംവിധാനം. സ്വലാത്ത് ചൊല്ലുന്നവരായി, നബി തങ്ങളെ സ്നേഹിക്കുന്നവരായി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നവരായി ലോകത്ത് നിലനിൽക്കുന്നത് SSFകാരും SYSകാരും മാത്രമാണ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്.
ഒരു 10 സ്വലാത്ത് കൂടുതൽ ചൊല്ലിയാൽ അത് ഏൽപ്പിക്കാരാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലുന്നവർ നമ്മളായി പോവുകയാണ്. ഞാൻ പറഞ്ഞത് അത് അൽഹംദുലില്ലാ സന്തോഷത്തോടെ ഏറ്റെടുക്കേണ്ട വിഷയമാണ്. നാം സ്വലാത്ത് ചൊല്ലുന്നവരാവുക, നാം ദിക്റ് ചൊല്ലുന്നവരാവുക, നാം സന്തോഷത്തോടെ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് നടത്തുന്നവരാവുക. നമ്മുടെ ജീവിതത്തിൽ ഹറാമ് വരാതെ, കറാഹത്ത് വരാതെ, ഒരുത്തന്റെയും വീട് എന്നല്ല, ഒരുത്തന്റെയും ശരീരമെന്നല്ല, നബി തങ്ങൾ പഠിപ്പിച്ചൊരാശയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത് അവന്റെ നാവിനെ തൊട്ടും അവന്റെ കയ്യെ തൊട്ടും മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടതാണ് ഒരു ഹദീസ്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഇവന്റെ ആക്രമണങ്ങളെ തൊട്ട് രക്ഷപ്പെട്ടു. എന്നാലല്ലാതെ ഒരാൾ മുസ്ലിമാകൂല. യഥാർത്ഥ മുസ്ലിം മറ്റു ജനങ്ങളെല്ലാം ഇവന്റെ നാവിനെ തൊട്ടും ഇവന്റെ കയ്യെ തൊട്ടും രക്ഷപ്പെട്ടവരാണോ? മുസ്ലിമായി ജീവിക്കാനല്ലേ നാം പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ വിഭാഗം ആളുകളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നാട്ടിൽ സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, നാട്ടിൽ സന്തോഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, മഹല്ലിന്റെ പുരോഗതിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ലോകത്ത് ഇസ്ലാമിക ചൈതന്യം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മഹാനായ ഖമറുൽ ഉലമ എ.പി. ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർക്ക് പിന്നിൽ ഈ നാട്ടിലുള്ള ചെറിയ മക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ അവരെ സന്തോഷത്തോടെ അവരോട് സഹകരിച്ച് അവർക്കാവശ്യമാകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഈ നാട്ടിലുള്ള നല്ലവരായ രക്ഷിതാക്കളും ഉമ്മമാരും ചെയ്തു കൊടുക്കേണ്ടത്. അതല്ലാതെ അവരെ പ്രകോപിപ്പിക്കുന്ന നിലക്ക്, അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന നിലക്ക്, അവരെ ചെയ്യാത്ത പ്രവർത്തനങ്ങളുടെ നിലക്ക് അവരുടെ മേൽ പലതും വെച്ച് കെട്ടിയാൽ അള്ളാഹുവിന്റെ ദീനിനോട് നിങ്ങൾ ചെയ്യുന്ന അനാദരവായി മാറുമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിന്റെ ദീനിന്റെ ഖാദിമുകളായി അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ നേതൃത്വത്തിന് അള്ളാഹു ആഫിയത്തും ഹിമ്മത്തുമുള്ള ദീർഘായുസ്സു നൽകട്ടെ. അവരുടെ തഹത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ ഖുദ്മത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ബഹുമാനപ്പെട്ട റഫീഖ് സഅദി ഉസ്താദ് സഅദിയെ കുറിച്ചും മറ്റ് നല്ല നിലക്ക് എനിക്ക് നല്ല പരിചയമുള്ള ഉസ്താദാണ്. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. നന്നായിട്ട് വാള് പറയുന്ന ഉസ്താദാണ്. ഉസ്താദ് നല്ല ആത്മീയ പ്രഭാഷണം ഇവിടെ നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു ബറക്കത്തും ആഫിയത്തും നൽകട്ടെ. ഷാഖ് ബാലക്കോടുണ്ട്, സിറാജിന്റെ ചീഫാണ്. അതുപോലെ പല പ്രവർത്തനങ്ങൾക്കും നടത്തുന്ന നമ്മുടെ നേതൃനിരയിലുള്ള ആളാണ്. അതുപോലെ എല്ലാവരുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. യൂസുഫ് മദനി ഉസ്താദുണ്ട്. എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. ഈ നാട്ടിലുള്ള ഒരുപാട് കാരണവന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഖാദർ ഉസ്താദ്, അതുപോലെ പലരും നമ്മളെ മമ്മഞ്ഞിക്ക്, അതുപോലെ ഒന്ന് രണ്ടാളുകളെ കാണുന്നില്ല. വളരെ പ്രായമുള്ള ആള്, പഴയ കാലം മുതലേ നമ്മോടെല്ലാ നിലക്കും ആത്മീയമായി സഹകരിക്കുന്ന ഈ നാട്ടിലെ കാരണവന്മാർ, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങളെപ്പോഴും ഞങ്ങളെ കുട്ടികളും പ്രവർത്തിക്കുന്നത്. അതല്ലാതെ എത്ര പ്രകോപിപ്പിച്ചാലും ഞങ്ങളെ കയ്യിൽ കല്ലും കൂന്താരിയൊന്നും വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെയും നന്നാക്കി സ്വർഗ്ഗലോകത്തിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് മുത്തുനബിയുടെ കൂടെ നടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഓ സഹോദര, കയ്യിൽ തസ്ബീഹ് മാല പിടിച്ചു നടന്നോ. ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കണം. ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കണം. സിറാത്തൊന്ന് പെട്ടെന്ന് കടക്കണം. നന്മകൾ ഖനം തൂങ്ങണം. തിന്മകൾ മായ്ക്കപ്പെടണം. അർശിന്റെ തണൽ ലഭിക്കണം. ഖബറിൽ വിശാലത ലഭിക്കണം. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട റഫീഖ് സഅദി ഉസ്താദിൽ നിന്ന് ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റഫീഖ് സഅദി ഉസ്താദിന്റെ പ്രഭാഷണത്തിന് മുമ്പ് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മുഖപത്രം സിറാജിന്റെ കാസർഗോഡ് സർക്കുലേഷൻ ഇൻചാർജ് പാലക്കോട് ക്ഷണിച്ചോളുന്നു. അസ്സലാമു അലൈക്കും. ആദരണീയരായ
മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മഹത്തായ